ഹീലിംഗ് പ്രേയേഴ്സ് എന്ന ആത്മീയ ചാനലിലേക്ക് സ്വാഗതം. ഓരോ ദിവസവും രാവിലെ ഉണരുമ്പോൾ എല്ലാ ദിവസവുമുള്ള അതേ ആശങ്കകൾ, സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ, ആരോഗ്യ പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ പൂർത്തീകരിക്കാത്ത നമ്മുടെ സ്വപ്നങ്ങളുടെ ഭാരം എന്നിവയാൽ തളർന്നു പോകുന്നതായ അവസ്ഥയെക്കുറിച്ച് ഒന്ന് നമുക്ക് സങ്കല്പിക്കാം. ഒരുപക്ഷെ ഈ അവസ്ഥയിലുള്ള വ്യക്തി ഇപ്പോൾ നിങ്ങളായിരിക്കാം. എന്നെങ്കിലും കാര്യങ്ങൾ മാറും എന്ന പ്രതീക്ഷയിൽ കഴിയുന്നവരാകാം നിങ്ങൾ ഓരോരുത്തരും. ഒരു പ്രശ്നത്തിൽ നിന്ന് മറ്റു പ്രശ്നത്തിലേക്ക്, ഒരു വെല്ലുവിളിയിൽ നിന്ന് അടുത്തതിലേക്ക് എന്ന അവസ്ഥയായിരിക്കാം നിങ്ങളുടേത്. എന്നാൽ യഥാർത്ഥ ജീവിത പരിവർത്തനം ആരംഭിക്കുന്നത് ഒരു ചെറിയ തീരുമാനം എടുക്കുന്നതിൽ നിന്നാണ് എന്ന് ഞാൻ നിങ്ങളോട് പറയുകയാണ്. ആ തീരുമാനമാണ് പ്രാർത്ഥിക്കാനുള്ള തീരുമാനം. നിങ്ങളുടെ ഹൃദയത്തിലേക്ക് ഓരോ നിമിഷവും പ്രാർത്ഥനയിലൂടെ ദൈവത്തെ ക്ഷണിക്കുക, ദൈവത്തെ സ്വീകരിക്കുക എന്ന ഒരു തീരുമാനം നിങ്ങളുടെ ജീവിതം മാറ്റിമറിക്കും. ഒരു ഉദാഹരണമായി ഡേവിഡ് എന്ന ഒരു മകന്റെ കഥ ഞാൻ നിങ്ങളോട് പറയാം. അവൻ ഒരു സാധാരണ മനുഷ്യനായിരുന്നു. പ്രശ്നങ്ങൾക്കുമേലെ പ്രശ്നങ്ങൾ കൊണ്ട് സ്തംഭിച്ച ജീവിതം, അതിനാൽ ഓരോ നിമിഷവും ഭാരപ്പെട്ടുള്ള ജീവിതം. അവന്റെ ബിസിനസ് പരാജയപ്പെട്ടു, കടബാധ്യത ഏറി. ഒരു ദിവസം അവന്റെ കുടുംബം അവനിൽ നിന്നും അകന്നു മാറിപ്പോയി. പ്രശ്നങ്ങളെ പരിഹരിക്കാൻ ശ്രമിച്ച അയാൾ ഓരോ ദിവസവും അയാൾക്ക് ഒരു യുദ്ധ ദിവസം പോലെ തോന്നി. പിന്നെ ഒരു സായാഹ്നം അയാൾ ക്ഷീണിതനായി, തകർന്ന് അവശതയിലായി. അങ്ങനെയിരിക്കെ ഡേവിഡ് യൂട്യൂബിൽ കൂടി ആരോ അയച്ചു കൊടുത്ത ഒരു ലളിതമായ പ്രാർത്ഥനാ വീഡിയോ കാണാൻ കഴിഞ്ഞു. അത് ശ്രദ്ധയോടെ കേട്ടു. അദ്ദേഹം അത് പ്രാർത്ഥിച്ചു. വളരെ കാലത്തിന് ശേഷം ആദ്യമായി അയാൾക്ക് ഹൃദയത്തിൽ അല്പം സമാധാനം തോന്നി. പിറ്റേന്ന് രാവിലെ അവൻ ഒരു പുതിയ തീരുമാനമെടുത്തു. ആ പ്രാർത്ഥന വീണ്ടും വീണ്ടും കേട്ടു, വീണ്ടും പ്രാർത്ഥിച്ചു. അടുത്ത രാത്രി അവൻ ഒരിക്കൽ കൂടി പ്രാർത്ഥിച്ചു. ഓരോ ദിവസവും രാവിലെയും രാത്രിയും അവൻ ഓരോ പുതിയ വീഡിയോ കാണുകയും പ്രാർത്ഥിക്കുകയും ചെയ്തു. അവിടെ മാജിക് ഒന്നും തന്നെ ഉണ്ടായില്ല. അവന്റെ പ്രശ്നങ്ങളൊന്നും തന്നെ മാറിപ്പോയിട്ടുമില്ല. എന്നാൽ ആ യൂട്യൂബ് ചാനലിൽ നിന്നുള്ള പ്രാർത്ഥന അവൻ വളരെ ദാഹത്തോടെ ഓരോ ദിനരാത്രങ്ങൾ കേട്ടുകൊണ്ടിരുന്നു. എന്നാൽ ഒരു രാത്രി അവന്റെ മനസ്സ് കൂടുതൽ ശക്തമാകാൻ തുടങ്ങി. ഓരോ പ്രാർത്ഥനയിലൂടെയും ഡേവിഡ് ദൈവത്തോട് കൂടുതൽ അടുത്തു. എല്ലാവരും ഉപേക്ഷിച്ച, എല്ലാം നഷ്ടപ്പെട്ടു പോയി, തകർന്നുപോയ തന്റെ ജീവിതത്തിൽ ഏതോ ഒരു ശക്തി ഹൃദയത്തിൽ തന്റെ അന്തരാത്മാവിലേക്ക് നിറയുന്നതായി ഡേവിഡിന് തോന്നി. തന്റെ ബിസിനസ് തകർച്ചയെ, ജീവിത പോരാട്ടങ്ങളെ അഭിമുഖീകരിക്കാനും അതിജീവിക്കുവാനും ദൈവത്തിൽ നിന്നും അവൻ ജ്ഞാനം കണ്ടെത്തി. തകർന്ന കുടുംബ ബന്ധങ്ങൾ നന്നാക്കാനുള്ള കരുത്തും, എല്ലാം തകർന്ന തന്നെ കൂടുതൽ തകർച്ചയിലേക്ക് ഉപേക്ഷിച്ച് കളഞ്ഞവരോട് ക്ഷമിക്കുവാനും, ഹൃദയത്തിൽ നിന്ന് ക്ഷമിക്കുവാനും അവൻ പഠിച്ചു. എല്ലാറ്റിനും ഉപരിയായി പ്രാർത്ഥന എന്നത് കേവലം നിയോഗങ്ങൾ സാധിക്കുന്നതിന് വേണ്ടി മാത്രമല്ല, തന്റെ ജീവിതത്തിൽ ദൈവവുമായി ഒരു ആത്മാർത്ഥമായ ബന്ധം ഓരോ ദിവസവും വളർത്തിയെടുക്കുകയാണ് പ്രാർത്ഥന എന്ന പരമസത്യം ഡേവിഡ് മനസ്സിലാക്കി. തന്റെ ജീവിതത്തിന്റെ അടിസ്ഥാനം ദൈവത്തിന്റെ ശക്തിയിലുള്ള, സർവശക്തനായ സകലത്തിന്റെയും സൃഷ്ടാവായ ദൈവത്തിലുള്ള വിശ്വാസമാണ് എന്ന് ഡേവിഡ് മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ അവന്റെ ജീവിതം തഴച്ചു വളരാൻ തുടങ്ങി. തന്റെ ഇഷ്ടം നിറവേറ്റുന്നതിലല്ല, ദൈവത്തിന്റെ ഇഷ്ടം തന്റെ ജീവിതത്തിൽ നിറവേറ്റാൻ തുടങ്ങുമ്പോൾ തന്റെ ജീവിതം അർത്ഥവത്താവുകയും ജീവിതം ക്രമപ്പെടുകയും ചെയ്യും എന്ന് ഡേവിഡ് മനസ്സിലാക്കി. അങ്ങനെ തന്റെ പ്രശ്നങ്ങൾ ഓരോന്നായി അതിജീവിച്ച് ഇപ്പോൾ ഡേവിഡ് സന്തോഷവും സമാധാനവുമുള്ള ജീവിതം നയിക്കുന്നു. ഡേവിഡിന്റെ കഥ ഒരു യാഥാർത്ഥ്യമാണ്. ഇത് നിങ്ങളുടെ കഥയും ആകാം. അവന്റെ ജീവിതം മാറ്റിമറിച്ച ഒരു തീരുമാനം
അത് സങ്കീർണമായിരുന്നില്ല, അത് വളരെ ലളിതമായിരുന്നു. കുറഞ്ഞത് എല്ലാ ദിവസവും രാവിലെയും രാത്രിയും പ്രാർത്ഥിക്കാൻ അദ്ദേഹം തീരുമാനിച്ചു. പടിപടിയായി അവന്റെ പ്രാർത്ഥനകൾ അവന്റെ ജീവിതത്തെ അടിമുടി മാറ്റിമറിച്ചു. ഡേവിഡിനെ പോലെ നിങ്ങൾക്കും ഇപ്പോൾ അതേ തീരുമാനം എടുക്കാം. ഈ പുതുവർഷത്തിൽ 2025 നിങ്ങളുടെ മുഴുവൻ ഭാവിയും രൂപപ്പെടുത്തുന്ന ഒരു തീരുമാനം എടുക്കുക. ഹീലിംഗ് പ്രേയേഴ്സിന്റെ രാവിലെയും രാത്രിയിലത്തെയും പ്രാർത്ഥന കേൾക്കാൻ, പ്രാർത്ഥിക്കാൻ ഒരു തീരുമാനമെടുക്കുക. നിങ്ങളുടെ ഓരോ പ്രഭാതവും ആരംഭിക്കുന്നത് ദൈവത്തിന്റെ സമാധാനത്താൽ നിറഞ്ഞതാകട്ടെ. രാത്രിയിൽ ഉറങ്ങാൻ മുൻപ് ദൈവത്തിന്റെ സന്നിധിയിൽ ജീവിതം സമർപ്പിച്ച് ഉറങ്ങാൻ കിടക്കുക. രാത്രി 9 മണിക്കുള്ള പ്രാർത്ഥനയിൽ പങ്കെടുക്കാൻ കഴിയാത്തവർ, നേരത്തെ ഉറങ്ങാൻ കിടക്കുന്നവർ, തലേന്ന് രാത്രിയിലത്തെ പ്രാർത്ഥന കേൾക്കാൻ ശ്രമിക്കുക. നിങ്ങളുടെ ഓരോ ചുവടുകളെയും നയിക്കാൻ, നിങ്ങളെ സഹായിക്കാൻ ഹീലിംഗ് പ്രേയേഴ്സ് എപ്പോഴും ഒരുക്കമാണ്. ഓരോ പ്രാർത്ഥനയും കേൾക്കുക, മറ്റുള്ളവർക്ക് അയച്ചു കൊടുക്കുക. നിങ്ങൾ എപ്പോഴും സ്വപ്നം കണ്ടിരുന്ന അർത്ഥവും ലക്ഷ്യവുമുള്ള ജീവിതം, അതിന്റെ പൂർത്തീകരണത്തെ കുറിച്ച് സങ്കല്പിക്കുക. അത് വിദൂരത്തല്ല, അത് ഇന്ന് ഇവിടെ ആരംഭിക്കുന്നു. ഒരു ചെറിയ തീരുമാനമെടുക്കുക, അത് നിങ്ങൾ ചെയ്യുക. ഹീലിംഗ് പ്രേയേഴ്സ് മലയാളം പ്രാർത്ഥനാ ചാനൽ കാണുക, പ്രാർത്ഥിക്കുക. നിങ്ങളുടെ ജീവിതം ദൈവം എങ്ങനെ മാറ്റുന്നു എന്ന് കാണുക. അത് കമന്റ് സെക്ഷനിലൂടെ ഞങ്ങളെ അറിയിക്കുക. നിങ്ങളുടെ ഓരോ ആവശ്യത്തിനും, പ്രത്യേകിച്ച് ദൈവവുമായുള്ള നിങ്ങളുടെ ബന്ധം ആഴപ്പെടുന്നതിനും ഞങ്ങൾ തീർച്ചയായും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. പ്രാർത്ഥനയോടെ നിങ്ങളുടെ 2025 പുതുവർഷം ആരംഭിക്കുക, പ്രാർത്ഥിക്കുക. നല്ലൊരു രൂപാന്തരീകരണം നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് മെച്ചപ്പെട്ട ജീവിതത്തിലേക്കുള്ള നിങ്ങളുടെ യാത്ര ആരംഭിക്കുക. ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.